പോളിംഗ് ദിവസം തന്നെ ഇടതുമുന്നണിയെയും ഇ.പി. ജയരാജനെയും പ്രതിരോധത്തിലാക്കിയത് ഇടത് സൈബർ സഖാക്കൾ തന്നെയാണോ? അതോ തിരഞ്ഞെടുപ്പിൽ CPIM വോട്ട് ചോരുമെന്ന ഭയത്താൽ ജയരാജൻ പുസ്തകമേൽപ്പിച്ചയാളെ CPIM വിലക്കു വാങ്ങിയതാണോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലായിരുന്നു വിവാദമെങ്കിൽ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ അതിനുള്ള മറുപടി എന്നോണമാണ് ഇ.പി. കളം നിറയുന്നത്. രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നായിരുന്നു ആത്മകഥയിലെ പുറത്തുവന്ന ഭാഗത്തിലെ പ്രധാന പരാമർശം. കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ DC ബുക്സ് പുറത്തിറക്കുന്ന ആത്മകഥയിലാണ് കടുത്ത CPM പിണറായി വിമർശനങ്ങളുള്ളത്. പാലക്കാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P. സരിൻ അവസരവാദിയാണ് എന്ന രീതിയിൽ രൂക്ഷമായ വിമർശനവും ആത്മകഥയിൽ ഉയർത്തുന്നു. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവർ വയ്യാവേലിയാണെന്നും സരിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നും വിശദീകരിക്കുന്ന ഭാഗങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്നത് തന്റെ ആത്മകഥയിലെ പരാമർശങ്ങളല്ലെന്നും അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. ഇന്ന് പുറത്തുവന്ന കഥകൾ ബോധപൂർവം ഉണ്ടാക്കിയതാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. എഴുതിത്തീരാത്ത പുസ്തകം തിരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തു വന്നതിൽ പ്രസിദ്ധീകരണക്കാരുടെ കൈകൾ ഉണ്ടോ എന്നും സംശയിക്കുന്നതായും ഇ.പി. ജയരാജൻ പറഞ്ഞു. മാതൃഭൂമി ബുക്സും DC ബുക്സും പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. അവരോട് ആലോചിച്ചിട്ട് പറയാമെന്നാണ് മറുപടി പറഞ്ഞതെന്നും ഇ.പി. വ്യക്തമാക്കി. സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും ബോധപൂർവം ഉണ്ടാക്കിയതാണ്. തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെയും തന്നെയും നശിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണിതെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. അതേസമയം സംഭവം വിവാദമായതോടെ ആത്മകഥ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും തൽക്കാലം പിന്മാറിയതായി പ്രസാധകരായ DC ബുക്സ് അറിയിച്ചു. പുസ്തകം ഉടൻ പ്രസിദ്ധീകരിക്കില്ലെന്നാണ് അറിയിപ്പ്. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് പുസ്തകം പുറത്തിറക്കുന്നത് നീട്ടിവയ്ക്കുന്നതെന്ന് ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാക്കുന്നതാണെന്നും DC ബുക്സ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.